ആഹാ മധു, എന്താ മധു ഈ രാത്രി? എന്തുവാന്നോ ചേട്ടാ, ഞാൻ ഈ ആൽബം തരാൻ വേണ്ടി വന്നതാ. ആൽബം? ഏത് ആൽബം? നിങ്ങളുടെ മോന്റെ ആൽബം. അവനത് മേടിച്ചില്ല ഇതുവരെ. ചേട്ടാ, ഉരുളല്ലേ മോനെ, സത്യമായിട്ട് ഞാൻ വിചാരിച്ചു അവൻ മേടിച്ചെന്ന്. ആണോ? ചേട്ടാ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എത്ര നാളോട് ഞാൻ വിളിക്കുക? അതെ, ഞാൻ ചിലപ്പോൾ അത് നോക്കി കാണത്തില്ലായിരിക്കും. ചേട്ടാ ചുമ്മാ ഉടായ്പ പറയല്ലേ. 15,000 രൂപയുടെ ആൽബം മതിയാ നിങ്ങളല്ലേ പറഞ്ഞേ? 15,000 രൂപയുടെ? അതെ, ഞാനാ പറഞ്ഞത്. കല്യാണത്തിന് ഒന്ന് 10,000 അഡ്വാൻസ് ചോദിച്ചപ്പോൾ നിങ്ങൾ 5,000 എടുത്തു തന്നു. ബാക്കി ഒരാഴ്ചക്കുള്ളിൽ ആൽബം ശരിയാക്കിക്കൊണ്ട് വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു. ശരിയാ, അത് ഞാനാ പറഞ്ഞത്. ആണേ? ശരിയാ. ഇപ്പൊ വർഷം 2 ആയി. നിങ്ങളുടെ മോന്റെ കല്യാണ ആൽബം എനിക്കെന്ത് എടുക്കാനാ? അന്ന് പോലെ ഞാൻ വിളിക്കുക, അച്ഛനും എടുക്കുന്നില്ല, മോനും എടുക്കുന്നില്ല. കല്യാണത്തിന് ഫോട്ടോയ്ക്ക് മുടക്കാൻ കാശില്ലെങ്കിൽ ഈ പറ്റുഷോയ്ക്ക് നിൽക്കരുത്. എനിക്കെന്താ കാശ് കിട്ടണം. വേണ്ട നിങ്ങൾ ആൽബം. അല്ല മോനെ മധു, വേണ്ടേ? സൂപ്പിന് വേണ്ട. ഇത് വലിച്ചു കയറി കത്തിച്ച് FB ഒരു ലൈവ് ഇടണമെന്ന് വിചാരിച്ചതാ. പിന്നെ വേണ്ടാന്ന് വെച്ചു. ഒരേ നാട്ടുകാരല്ലേ, എന്ത് ചെയ്യും? ശവത്തെ കുത്തരുത്. എന്നാ നിങ്ങളെ മോനെ വിളിക്കേ. അവൻ ഇവിടെ ഇല്ല. എനിക്ക് ബാലൻസ് 10,000 രൂപയുള്ള ഇന്ന് കിട്ടണം. അതെ, ആൽബം ഞാൻ ഇനി എടുത്തോളാം. വക്കീൽ പറഞ്ഞ തെളിവ് വേണമെന്ന്. വക്കീലോ? ആ, കല്യാണം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിവോഴ്സിന് കൊടുത്തേക്കോ അവള്. ഈ വീടും വസ്തുവും അവൾ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കോ മോനെ. അവളെ 2 കോടി വേണമെന്നാ പറയുന്നത്. എങ്കിൽ ഇതെടുത്തിട്ട് എന്നെ കാശ് ചെയ്താ മോനെ, ഇപ്പൊ കാശൊന്നുമില്ല. ചേട്ടാ, എനിക്ക് എന്റെ കാശ് കിട്ടണം. ഞാൻ വല്ലാത്തൊരു സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. ചേട്ടാ, ഇനി ഞാൻ ഇത് കത്തിച്ചിട്ട് ഫേസ്ബുക്കിൽ ലൈവ് ഇടും. ഉറപ്പാ. ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ കാശ് തരുന്നുണ്ടോ ഇല്ലയോ? ഞാനേ നിങ്ങളെ വിശ്വസിച്ചു പോയി. അതാ എനിക്ക് പറ്റിയ തെറ്റ്. അല്ല ചേട്ടാ, എന്റെ തെറ്റാ. മാക്സിമം കാശ് മേടിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു. എടാ മധു മോനെ, നിനക്ക് ഞാൻ അഡ്വാൻസ് തന്ന 5,000 രൂപ ഉണ്ടല്ലോ, അതെനിക്ക് കടമായിട്ട് തരാമോ? ഇവിടുത്തെ കറണ്ട് ചാർജ് അടയ്ക്കാനാ.